സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായ അറിവായതുകൊണ്ടാണ് ആ മാംസം ഭക്ഷിക്കൽ പാടില്ലാത്തതാണ്. അത് ഗിരീഷ് ചോദിച്ചത് ഒരു ഹിന്ദു ആയ അയൽവാസിയുടെ ഭക്ഷണം എന്തുകൊണ്ടാണ് മുസ്ലിമിന് കഴിക്കാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയുള്ള മാംസം ഈ സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായ അറിവ് ഒരു മുസ്ലിമാണ് നടത്തിയതെന്നുണ്ടെങ്കിൽ ആ മാംസം ഭക്ഷിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? എൻ്റെ പേര് ഷെരീഫ്, പരിവാരക്കുണ്ടാണ്. സുഹൃത്ത് ഷെരീഫിന്റെ ചോദ്യം, സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായ ഒരു അറിവ് ഒരു അമുസ്ലിം നടത്തിയാൽ അത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം നടത്തിയാലോ എന്ന്. ഉത്തരം എൻ്റെ നേരത്തെ ഉത്തരത്തിൽ തന്നെ ഉണ്ട്. ഒരു മുസ്ലിം വാറ്റിയ മദ്യം കഴിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിമായ വേശ്യയോടൊപ്പം ഉറങ്ങാൻ പറ്റുമോ? ഒരു മുസ്ലിം വീട്ടിൽ വളർത്തിയ പന്നിമാംസം തിന്നാൻ പറ്റുമോ? എല്ലാം അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഇതും അതെ. മുസ്ലിം ചെയ്യുന്നത്, ഹിന്ദു ചെയ്യുന്നത്, ക്രിസ്ത്യൻ ചെയ്യുന്നത് എന്ന അർത്ഥത്തിലുള്ളൊരു വേർതിരിവ് ഇസ്ലാമിന്റെ നിഷേധങ്ങളിലൊന്നും കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ടത് എന്നതിന് ചില ഉത്തരങ്ങളുണ്ട്. അതാര് ചെയ്താലും അത് തെറ്റാകും. അത് മദ്യപിച്ചത് മുസ്ലിം ആണെങ്കിൽ തെറ്റ്, അതേപോലെ തന്നെ ആണെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും. ഇവിടെ പറഞ്ഞതുപോലെ സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായി ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം മറക്കുകയാണെങ്കിൽ ആ അറബ് നടത്തിയ ഭക്ഷണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും തെറ്റാണ്, മറ്റുള്ളവരുടെ ഭക്ഷണത്തെ പോലെ തന്നെ.